ഇസ്രായേലിന് ഇനി നോ അമേരിക്ക. അമേരിക്കയുമായിട്ട് ഇനി ഒരാശ്രയത്വമില്ല. സ്വന്തം ആയുധങ്ങള് എടുത്തങ്ങ് ഇറങ്ങാൻ പറഞ്ഞിരിക്കുകയാണ് നെതന്യാഹു പട്ടാളക്കാരോട്, IDF-നോട്. അതായത് അമേരിക്ക ഇസ്രായേലിനോട് ശക്തമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചു തുടങ്ങിയതും, അത് മാത്രമല്ല, ഇസ്രായേലിലെ പ്രതിപക്ഷമായിട്ട് ഒരു കുഞ്ഞു പാലം പണിയാൻ വേണ്ടിയിട്ട് അമേരിക്ക ശ്രമിക്കുന്നതും ഇവിടെ ഒരു പ്രശ്നമായിരിക്കുകയാണ്. അപ്പോ അമേരിക്കയുടെ സപ്പോർട്ട് ഇല്ലെങ്കിലും ഞങ്ങൾ നിലനിൽക്കും എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സ്വന്തം ആയുധങ്ങളും ഉള്ള ആയുധങ്ങളും എടുത്തിട്ട് ഇപ്പൊ യുദ്ധത്തിന് ഇറങ്ങാൻ വേണ്ടിയിട്ട് നെതന്യാഹു പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേലിന്റെ സ്വന്തം ആയുധങ്ങളെ, ഏത് ഇസ്രായേലിന്റെ? JD വാൻസ് പറഞ്ഞത് 2/3 അതായത് ഇസ്രായേൽ യൂസ് ചെയ്യുന്ന വെപ്പണുകളില് 2/3 അമേരിക്കൻ മെയ്ഡാ. അതായത് അമേരിക്കക്കാര് ടാക്സ് കൊടുത്ത് ആ ടാക്സിന്റെ കാശ് കൊണ്ട് ഉണ്ടാക്കിയതാണ് ഇവന്മാർ ഉപയോഗിക്കുന്നത്. അപ്പോ അമേരിക്കന്റെ ആയുധങ്ങളല്ലാതെ വേറെ ഏത് ആയുധങ്ങൾ അവിടെ ഉള്ളേ? ഇപ്പൊ ലബനോനിലെ ഹിസ്ബുള്ളയും അതേപോലെ തന്നെ ഗസയിലെ ഹമാസ് ഒക്കെ കല്ലെടുത്തെറിയുന്ന പോലെ ഇവന്മാര് തോക്കിന്റെ ഉള്ളിൽ ചരലോ കല്ലോ കയറ്റി വെച്ചിട്ട് അടിക്കാൻ പറ്റുമോ? പറ്റത്തില്ലല്ലോ. അപ്പൊ ആ പ്രശ്നം അവിടെ നിലനിൽക്കെങ്കിലും ഗീർവാണം നല്ല അടി അടിക്കുന്നുണ്ട്. അതായത് ഇതിന്റെ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ന്യൂസ് ഞാൻ വായിക്കാവേ. ഇറാനും അവരുടെ പ്രോക്സി ഗ്രൂപ്പുകൾക്കുമെതിരായ പോരാട്ടത്തിൽ US-ന്റെ യുദ്ധോപകരണങ്ങൾക്കായി കാത്തു നിൽക്കേണ്ടതില്ലെന്ന് സൈനികരോട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. അപ്പൊ US ആക്ച്വലി ഈ പറയുന്ന ഇറാൻ വാർ തുടങ്ങുന്ന സമയത്താണ് എത്രയോ എക്യുപ്മെന്റുകളും വാർ വെപ്പൺസ് ഒക്കെ ഇസ്രായേലിൽ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. അപ്പൊ ഈ എത്തിച്ച സാധനങ്ങൾ ഇപ്പൊ അവർക്ക് അവരുടെ നാട്ടിൽ നിന്ന് അവരുടെ ആവശ്യത്തിന് ഇഷ്ടാനുസരണം അവർക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ലേ? അപ്പൊ പിന്നെ എന്തിനാ ഇവര് ഈ പറയുന്ന പട്ടാളക്കാരെയും അതേപോലെ തന്നെ ഈ പറയുന്ന രീതിയിലുള്ള ആയുധങ്ങളൊക്കെ ഇസ്രായേലിലേക്ക് എത്തിച്ചത് ഈ ഇറാൻ അമേരിക്ക കോൺഫ്ലിക്ട് നിലനിന്നിരുന്ന സമയത്ത്? എന്നിട്ട് ആക്രമണങ്ങൾക്ക് US-നെ അമിതമായി ആശ്രയിക്കുന്നത് അവസാനിപ്പിക്കണമെന്നും സ്വന്തം സൈനികോപകരണങ്ങളെ ശക്തിപ്പെടുത്തുന്നതിലും വികസിപ്പിക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും അദ്ദേഹം സൈനികർക്ക് നിർദ്ദേശം നൽകി. അതായത് US-ന്റെ സപ്പോർട്ട് ഇല്ലാതെ, ഈ പറയുന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സപ്പോർട്ട് ഇല്ലാണ്ട് ബെഞ്ചമിൻ നെതന്യാഹുവിനാണെന്നുണ്ടെങ്കിലും ഗീർവാണം മുഴക്കുന്ന ഇതാംബർ ബെൻഗവിറിനാണെന്നുണ്ടെങ്കിലും യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂല. അതിനിപ്പോ ഏത് തരത്തിലുള്ള ലോബിയിങ് കപ്പാസിറ്റി ഇസ്രായേലിന് അമേരിക്കയിൽ ഉണ്ട് എന്നിരുന്നാൽ കൂടെ അമേരിക്കയുടെ പൂർണ്ണ സമ്മതവും സപ്പോർട്ടും ഇല്ലാണ്ട് ഇസ്രായേലിന് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ജോ ബൈഡന്റെ കാലത്ത് ഇസ്രായേല് ഗസയിൽ നരഹത്യ നടത്തിക്കൊണ്ടിരുന്നപ്പോ സ്ത്രീകളെയും കുട്ടികളൊക്കെ തീരുമാനാക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഇസ്രായേലിന് നിരുപാധിക പിന്തുണ പ്രഖ്യാപിച്ച് ഇസ്രായേലിനെ എന്ന് ഇടമോനെ ഒന്നങ്ങോട്ട് മാറി നിൽക്കട എന്നുള്ള ലെവലില് പോലും ഇസ്രായേലിനെ ശാസിച്ചിട്ടുണ്ടായിരുന്നില്ല ആര്? നമ്മുടെ ജോ ബൈഡൻ. പക്ഷെ ട്രംപ് അങ്ങനെയല്ല. JD വാൻസും അങ്ങനെയല്ല. ഇസ്രായേലിന് കൊടുക്കാനുള്ളത് ഇപ്പൊ നല്ല രീതിയിൽ കിണ്ണം കാച്ചി കൊടുക്കൽ JD വാൻസിന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നുണ്ട്. ഇപ്പൊ JD വാൻസ് ഇവിടെ പറയുമ്പോ അതിനൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിട്ട് ഗ്രേറ്റ് മാൻ, ഹീസ് എ നൈസ് ഗൈ എന്നൊക്കെ പറഞ്ഞിട്ട് ട്രംപ് കടന്നു അങ്ങനെ ഉരുണ്ട് കളിക്കുന്നത് നമുക്ക് കാണാം. അപ്പൊ റിഫ്റ്റ് അവിടെ വളരെ വിസിബിളാ. അപ്പോ ഈ കാട്ടിക്കൂട്ടലുകൾക്ക്, അതായത് ട്രംപ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ഡിസെന്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പൊ ഹിസ്ബുള്ളയുടെ ആൾക്കാരുണ്ട് എന്ന് വിചാരിച്ചിട്ട് എപ്പോഴും ഈ ഷോപ്പിംഗ് കോംപ്ലക്സിലും സ്കൂളിലും അപ്പാർട്ട്മെന്റ്സിലൊക്കെ കൊണ്ടുപോയി ബോംബിടാന്ന് പറയുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല എന്നുള്ളത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞു എന്നുള്ളതാണ് ഇസ്രായേലിനെ കുറിച്ച്. അതേപോലെ തന്നെ നിങ്ങൾ കളിക്കണ്ട കേട്ടോ. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയക്കാരൻ അല്ലെങ്കിൽ ഒരു പ്രസിഡന്റ് എന്ന് പറയുന്നത് ഡൊണാൾഡ് ട്രംപ് ആണെന്നുള്ളത് JD വാൻസും പറഞ്ഞു. അപ്പോ ഇനി അമേരിക്കയിൽ നിന്ന് വലിയ കിട്ടൽ കിട്ടാൻ സാധ്യത ഇല്ല എന്നുള്ളത് നെതന്യാഹു മനസ്സിലാക്കുന്നുണ്ട്. എന്നാ പിന്നെ ഇതെല്ലാം കൂടെ അങ്ങ് നിർത്തി നമുക്കൊരു പീസ്ഫുൾ അന്തരീക്ഷമൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ പോവാന്ന് വിചാരിച്ചാൽ അത് നടക്കോ? നടക്കൂല. ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന സ്വപ്നം നിറവേറണം എന്നുണ്ടെങ്കിൽ മിഡിൽ ഈസ്റ്റില് പ്രശ്നങ്ങൾ നിലനിന്നേ പറ്റൂ. പ്രശ്നങ്ങൾക്കിടയിൽ റിഫ്റ്റ് ഉണ്ടായേ പറ്റൂ. ഈ പറയുന്ന സിറിയൊക്കെ ഇപ്പൊ 2 ഭാഗങ്ങളായി മാറിയ പോലെ ഒഫീഷ്യലി ആയിട്ടില്ലെങ്കിൽ കൂടെ 2 സ്ഥലത്ത് 2 ടീമുകളാ ഭരിക്കുന്നത്. അതുപോലെ ശിഥിലമായാലേ
അതിന്റെ ഇടയിൽ കൂടെ ഇസ്രായേലിന് കയറാൻ പറ്റുമോ എന്നുള്ളത് ഇവർക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് പ്രശ്നം എപ്പോഴും ഉണ്ടായിരിക്കണം, എപ്പോഴും പ്രശ്നം ഉണ്ടായിരിക്കണം, പ്രശ്നം നിൽക്കാനേ പാടില്ല. എന്നിട്ട് ഇതിന്റെ ഇടയിൽ കൂടെ ജോഗ്രഫിക്കൽ എക്സ്പാൻഷൻ ആൻഡ് ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന ഇസ്രായേലിന്റെ ഡ്രീം. ഇനി ഇതിന്റെ ഫുൾ വാർത്ത വായിക്കുകയാണെങ്കിൽ, ഇതുവരെ കിട്ടിയ സഹകരണങ്ങൾക്കും പിന്തുണയ്ക്കും നന്ദി. ഇത്രയും കാലം രാജ്യത്തെ സുരക്ഷിതമായി നിർത്തുന്നതിൽ US ആഗമനത്തിന് വലിയ പങ്കുണ്ട്. ആർക്കും അറിയത്തില്ലല്ലോ US ആണ് നിങ്ങളെ താങ്ങിപ്പൊക്കി നടത്തിയെന്നുള്ളത്. എന്നാൽ ഇനി അങ്ങോട്ടുള്ള കാലത്തേക്ക് സ്വന്തം ആയുധങ്ങളെയും സംവിധാനങ്ങളെയും ആശ്രയിക്കേണ്ടതുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ ചെറിയൊരു കാര്യമുണ്ട്. ആ ചെറിയ കാര്യം എന്ന് പറയുന്നത് സ്വന്തം ആയുധങ്ങളെ, അപ്പൊ ആയുധങ്ങൾ സ്വന്തമായിട്ട് നിർമ്മിക്കണം, അതിനുള്ള ഫാക്ടറി വേണം, അതിനുള്ള ജോഗ്രഫി വേണം. അത് ഇസ്രായേലിനില്ല. യഥാർത്ഥത്തില് ഇവര് രണ്ട് ടീമുകളും കൊടുക്കൽ വാങ്ങലുകൾ ഇല്ലാണ്ട് നിലനിൽക്കാൻ പറ്റാത്ത ടീമാ. കാരണം ഇസ്രായേലിന്റെ ടെക്നോളജി, ഇസ്രായേലിന്റെ ബുദ്ധി വേണം ആർക്ക്? അമേരിക്കക്ക്. അതേപോലെ തന്നെ ഈ ബുദ്ധി വെച്ച് നിർമ്മിച്ചിട്ടുള്ള ഈ പറയുന്ന വാർ ഹെഡ്, അതായത് എക്യുപ്മെന്റ്സ് ആർക്കും വേണം, ഇസ്രായേലിനും വേണം. ഇതാണ് കളി. അമേരിക്ക ഇസ്രായേലിന്റെ ബുദ്ധി ഉപയോഗിക്കുന്നു, അതേപോലെ തന്നെ ഇസ്രായേൽ അമേരിക്കയുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നു. ഈ പണിയാണ് യഥാർത്ഥത്തിൽ ഇവർ എടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതിന്റെ ബാക്കി നമുക്ക് നോക്കാം. എന്നാൽ ഇനി അങ്ങോട്ടുള്ള കാലത്തേക്ക് സ്വന്തം ആയുധങ്ങളെയും സംവിധാനങ്ങളെയും ആശ്രയിക്കേണ്ടതുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്തരം സാഹചര്യങ്ങളെ അതിജീവിക്കാനുള്ള സംവിധാനങ്ങളെ നാം രൂപപ്പെടുത്തിയെടുക്കേണ്ടതുണ്ട്. നെതന്യാഹു ആഹ്വാനം ചെയ്തു. ഇറാനെയും അവരുടെ പ്രോക്സി സംഘങ്ങളുമായുള്ള പോരാട്ടത്തിലാണ് നാം. ഇതുവരെയും ഈ പോരാട്ടം അവസാനിച്ചിട്ടില്ല. അടുത്ത 30 വർഷത്തിന് ശേഷമുള്ള നമ്മുടെ സ്ഥാനം എവിടെയായിരിക്കണം എന്നത് നമ്മുടെ സ്വന്തം ശക്തിയെ ആശ്രയിച്ചിരിക്കുന്നു. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നമ്മുടെ സംവിധാനങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തും നെതന്യാഹു കൂട്ടിച്ചേർത്ത്. അപ്പൊ ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ അടുത്ത പശ്ചാത്തലം ഇങ്ങനെ പറയാനുള്ളത് എന്തോന്ന് ചോദിച്ചാൽ, ആക്സിസ് ഓഫ് റെസിസ്റ്റന്റ് യഥാർത്ഥത്തില് ഹിസ്ബുള്ളയുമായി കൂടിച്ചേർന്നിട്ട് ഇസ്രായേലിനെ ആക്രമിക്കും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ മാസീവ് ആയിട്ടുള്ള ആക്രമണം വന്നു കഴിഞ്ഞാൽ നേരിടാൻ ഇസ്രായേലിനെ കൊണ്ട് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അവിടുത്തെ ഒരു ഒപ്പോസിഷൻ പാർട്ടിയിലുള്ള ഒരാള് പറഞ്ഞ പോലെ തന്നെ ഗസയിലുള്ള ഈ പാവപ്പെട്ട കുഞ്ഞുങ്ങളെയും അമ്മമാരെയും അതേപോലെ തന്നെ ലെബനോനിലുള്ള പാവപ്പെട്ട സ്ത്രീകളെയൊക്കെ ഇങ്ങനെ കൊണ്ട് ഇട്ട് പൊട്ടിച്ച് കളിക്കാനേ ഇസ്രായേലിന് പറ്റത്തുള്ളൂ. പിന്നെ ഇതിവാമീന്റെ ഒക്കെ കാലത്ത് ഈ പറയുന്ന ഉഗാണ്ടയിൽ നിന്നൊക്കെ ആൾക്കാർ രക്ഷിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, അതൊക്കെ വേറെ. അപ്പൊ എന്നിരുന്നാൽ കൂടെ ഒരു തുല്യ ശക്തിയുമായിട്ട് ഒരു കോമ്പാക്ട് അവർ ഇസ്രായേലിന് ഉണ്ടായിട്ടില്ല. അതുണ്ടാവുകയാണ്. തുല്യ ശക്തി എന്ന് പറയുന്നില്ലെങ്കിൽ കൂടെ പ്രോക്സി ഗ്രൂപ്പുകളാണെങ്കിൽ കൂടെ അതൊരു വലിയ ഫ്രെയിം വർക്കാണ് യഥാർത്ഥത്തിൽ. അതുമായിട്ടും കൂടിയാണ് ഈ ഏറ്റുമുട്ടല് നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. അതേസമയം അമേരിക്കയുടെ പിന്തുണയില്ലാതെ ഇസ്രായേലിന് ദീർഘകാലം നീണ്ടു നിൽക്കുക, യുദ്ധത്തിൽ ഏർപ്പെടാൻ സാധിക്കില്ലെന്നാണ് സൈനികരുടെ അഭിപ്രായം. അതായത് അത് ശരിയാ. അമേരിക്കയുടെ പിന്തുണ ഇല്ലാതുണ്ടെങ്കിൽ ഇസ്രായേലിന് ലോകത്ത് ഈ പരിപാടികളൊന്നും ചെയ്യാൻ പറ്റൂല. പക്ഷെ അമേരിക്ക അത് പിന്തുണക്കാതിരിക്കുക എന്ന് ചോദിച്ചാൽ പിന്തുണക്കാതിരിക്കത്തൂല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അമേരിക്കക്ക് അത്ര ഫ്രീ ആക്സസ് ഉള്ള മെഡിറ്ററേനിയൻ കടലിന്റെ അതേപോലെ തന്നെ ഈ പറയുന്ന ചെങ്കടൽ എന്താ പറയാ ചെങ്കടലിന്റെയും അതേപോലെ തന്നെ ഈ പറഞ്ഞ രീതിയിലുള്ള ബാബുൽ മന്ദബ്, ഇതിന്റെ ഒക്കെ ഇടയ്ക്ക് ഈ അമേരിക്കക്ക് കംപ്ലീറ്റ് ആക്സസ് ഉള്ള വേറൊരു സ്പോട്ട് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. പിന്നെ പല രാജ്യങ്ങൾക്കും സ്പോട്ട് ഉള്ളത് ജിബൂട്ടിയിലാണ്. ജിബൂട്ടി വേറൊരു സ്ഥലത്ത്, അത് മെഡിറ്ററേനിയൻ കടലുമായിട്ട് ഇതിനെ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിലേക്ക് എന്ത് പാടാ ജിബൂട്ടിയൊക്കെ, കാരണം പക്ക അത് ആഫ്രിക്കയില. അപ്പൊ അതൊരു വല്ലാത്ത സ്ട്രാറ്റജിക് പോയിന്റിലാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ ഒരു സ്പേസ് കിടക്കുന്നത്, ഇസ്രായേലിന്റെ ഒരു സ്ഥലം കിടക്കുന്നത്. അതിനെ അമേരിക്ക യൂസ് ചെയ്യുന്നുണ്ട് യഥാർത്ഥത്തിൽ. അപ്പൊ രണ്ട് കൂട്ടർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ഈ രണ്ട് കൂട്ടരും ആവശ്യമാണെന്നുള്ളതാണ്. അങ്ങനെ അടുത്ത വൃതാവിലാവാൻ പോകുന്ന ഒരു സ്വപ്നമായിട്ടാണ് നെതന്യാഹുവിന്റെ ഈ വാക്കുകൾ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്നുള്ളതാണ്.